മണാലിയിലേക്ക് ഇപ്പോൾ വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് വീഡിയോ. ഇതാണ് ആപ്പിൾ സോർട്ടിങ് മെഷീൻ. ഇതാണ് അവിടെ ഏറ്റവും ചെറുത് വരും, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വരും. ഇതൊന്നും നമ്മളെ നാട്ടിൽ കിട്ടൂല. ഇതൊക്കെ നേരെ വിദേശത്തേക്ക് പോയത്. ഒരു ആപ്പിൾ തന്നെ ഉണ്ടാവും 1.5 കിലോ. വീണ്ടും ഒരു 20 കിലോ വാങ്ങിച്ച് നിർത്തോ. ഡോക്ടർ പറിച്ചു വെച്ചതാണ് ഇതൊക്കെ. ക്യാമറമാൻ പുതിയ പണി കിട്ടിയിട്ടുണ്ട്. അതാ ഇത് ഇതിൻ്റെ ആൺ സ്പീഷീസ് പോളിനേഷന് വേണ്ടി ഈ ഒരു കമ്പ് മാത്രം ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന അവിടെ നിന്ന്. അങ്ങനെ അതുകൊണ്ടാണ് ഈ ആപ്പിൾ ഇങ്ങനെ നിർത്തി ചെയ്ത് പഴുക്കത്തൊന്നുമില്ല. പഴുക്കൂല. ഈ ആപ്പിളേ 15 രൂപക്കാണ് വിൽക്കുന്നവർ. ഒന്ന് കഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിലോ. 15 രൂപ 15 പോലെയാണോ? നല്ല കുറച്ച് വീഡിയോസ് എടുക്കട്ടെ. തിരിച്ചാ പോരും. മണാലിയിലാണുള്ളത്. മണാലി ആ റോഡാണ്. മണാലിയിൽ നിന്ന് അടൽ ടണലിലേക്ക് പോകുന്ന റോഡാണത്. ബിയാസ് നദിയാണ് ആ കാണുന്നത്. കംപ്ലീറ്റ് ഫ്ലഡായിരുന്നു. ഇരുകരയിലുള്ള എല്ലാ സാധനങ്ങളും ഒലിച്ചു പോയി. പക്ഷേ കണ്ടില്ല, ആ റോഡ് കണ്ടോ? ഞാൻ കാണിച്ചു തരാം. ആ റോഡ് അത് 1 വേ ട്രാഫിക് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ഇവിടെ കൂടുതലാണ്. അത്രേ ഉള്ളൂ. ഇവിടെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഓപ്പൺ ആണ്. മണാലി പോലീസുകാർ തടഞ്ഞു. ഇനിയിപ്പോൾ ലോക്കൽ ഇവിടെ HRTC ബസ്സിൽ കയറുകയാണ്. നമ്മുടെ ഇവിടെ കൊള്ളൂല് നമ്മൾ ഷെയർ ടാക്സിക്ക് പോവുകയാണ്. നമ്മുടെ ഇസ്രായേലി ഫ്രണ്ട്സ് ആണ്. ഡാൻ ആൻഡ് അരവിന്ദ് തമിഴ്നാട്ടിൽ നിന്നുണ്ട്. ആശാനുണ്ട്, രേണുണ്ട്. യുവർ ഗുഡ് നെയിം? ഡാൻ. ടൂറിസ്റ്റുകളൊക്കെ ലോക്കൽ ബസ്സിൽ കയറിയാണ് യാത്ര. അതൊരു ലോക്കൽ എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ കുളു ബസ് സ്റ്റാൻഡിൽ ആണിത്. കുളു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഇനി ഇവിടുന്ന് മണാലിക്ക് വേറെ ബസ് എടുത്ത് പോകണം. റൈസണിന്ന് തിരിഞ്ഞു പോകണം അല്ലേ? റൈസണിന്ന് തിരിഞ്ഞു പോവാണ്. നഗർ വഴിയാണ് പോവുക. മണാലിക്ക് റൂട്ടൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ആ റിസോർട്ടിൻ്റെ ഒരു അവസ്ഥ നോക്കിയേ. പുഴ റിസോർട്ടിൻ്റെ അടുത്തെത്തി. അപ്പോൾ മുഴുവൻ പറിച്ചില്ല, കുറച്ചെണ്ണം ഉണ്ട് ബാക്കി. ഞാൻ ഉണ്ട്. വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഇതായില്ലല്ലേ പഴുത്തണത്? ഇതൊക്കെ ആപ്പിള് വീണ് പോയി, കുറേ നാശമായില്ലേ. ഇത് ഇവിടെ നല്ല ആപ്പിളുകളാണ്. ഇതൊന്നും ഇവർ എടുക്കുന്നില്ല. പ്രീമിയം ക്വാളിറ്റി മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ബെസ്റ്റ്. നമ്മളവിടെ കിട്ടുന്ന ഇതൊക്കെ വെറുതെ കളയുന്നവർ. അമ്പോ ഒളിച്ച്. കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമാണ് ആപ്പിൾ സീസൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. മണാലിയിൽ ഞാൻ കുറേ തവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ആപ്പിൾ സീസണിൽ വന്നിട്ടില്ല. ഇതുണ്ടോ, ആപ്പിൾ തോട്ടത്തിലാണ് കേട്ടോ ഹിമാചലിൽ. പൊള്ളിയല്ലേ, ഫുള്ള് ആപ്പിളാണ് ബാക്കിൽ. വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാം. ബാക്കിൽ ആപ്പിൾ നിറച്ചുകൊണ്ട് കേട്ടോ. ഞാൻ ആപ്പിൾ കണ്ടില്ല എന്ന് പറയണ്ടായിരുന്നു. ഷെൽബിനാണ് കൂടെ ഉള്ളത്. ഹലോ നമസ്കാരം. ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. ഇവരാദ്യം ഷിംല പോയിട്ട് പിന്നെ മണാലിയിലേക്ക് വന്നത്. ആ സമയം കൊണ്ട് ഞാൻ മണാലി നേരത്തെ എത്തി. ഇവിടെ ഇവരെ വെൽക്കം ചെയ്യാനായിട്ട് കുറച്ച് ട്രഡീഷണൽ മണാലി തൊപ്പിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ റിസോർട്ടിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന സീനാണിത്. അതിന് പറിച്ചു കളിയുന്നേ ആൾക്കാർ വിചാരിക്കൂല നമ്മളത്രക്കാരാന്ന്. അതിന് എത്രക്കാർ പറിച്ചു കളില്ലെന്ന്. എന്തിന് ഇത് നല്ലതാണോ? ഒക്കെ നല്ല സബർജില ടപ്പേന്ന് പറഞ്ഞ്. പക്ഷെ പലതും കേടായി പോയി. പറിച്ചു കളയാവൻ. ഹൈ ബേഡ്സ്. ഈ ആപ്പിളും മറ്റേ ആപ്പിളും വ്യത്യാസം ഉണ്ടോ? ഇതെന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വേറൊരു സ്പീഷീസാണ്. ഇത് ഇതിൻ്റെ ആൺ സ്പീഷീസ് പോളിനേഷന് വേണ്ടി ഈ ഒരു കമ്പ് മാത്രം ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന അവിടെ നിന്ന്. അങ്ങനെ. അതുകൊണ്ടാണ് ഈ ആപ്പിൾ ഇങ്ങനെ നിർത്തി ചെയ്ത് പഴുക്കത്തൊന്നുമില്ല. പഴുക്കൂല. അടുത്ത പ്രാവശ്യം ഇത് കുറേ കാലം കഴിയുമ്പോൾ തന്നെ വീണു. അങ്ങനെ. അത് തെറ്റപ്പ്. പോളിനേഷൻ. ശരി. ഇതെന്തൊരു സാധനമാണ്? ജപ്പാൻ ഫ്രൂട്ട്. അങ്ങനെ പലതരം ഫ്രൂട്ടുകൾ ഇവിടെ ഉണ്ട്. ജപ്പാൻ ഫ്രൂട്ട് കഴിച്ചു നോക്കി. കിടില സാധനം എന്ന് പറഞ്ഞാൽ കിടില സാധനം. പഴുത്തിട്ടില്ല എന്ന് അവർ പറയുന്നത്. പക്ഷേ പച്ചക്കനെ കഴിക്കാൻ നല്ല മധുരമുണ്ട്.
അപ്പോൾ ഈ മാറ്റിൽ പോയിട്ട് ക്ലീൻ ആവും ആദ്യം. എന്നിട്ട് ഓരോ സൈസിലുള്ളത് സൂട്ടായി വന്നിട്ട് ഇതിനകത്ത് വീഴും. മനസ്സിലായോ? അത്ര വലുതൊക്കെ ഉണ്ടല്ലേ? ഇതിനകത്ത് കൂടെ വരാത്ത ആപ്പിളാണ്. ഓഹോ ഭയങ്കര സൈസല്ലേ. സോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പാക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ ഇത്രയും പാക്ക് ചെയ്ത് പല സൈസിലുള്ള ആപ്പിളുകളാണ്. അപ്പോൾ അത് അവിടുന്ന് സോർട്ട് ചെയ്ത് ആപ്പിൾ ക്ലീൻ ആക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പ്രോസസ്സാണ് ഇങ്ങനെ കാറ്റെടുക്കുന്നത്. അപ്പോൾ ഒരേ സൈസ് എവിടെ അവിടെ ശരിയാവും അല്ലേ? ഓക്കെ മനസ്സിലായി. ഇതിങ്ങനെ സൈസ് തള്ളി വന്നിട്ട് വലുത് അപ്പോൾ മനസ്സിലായി. ഇതെങ്ങനെയാ വെച്ചാൽ കണ്ടില്ലേ, ഇത് വലുത് ഏറ്റവും വലുത് ഇതിലേക്ക് വരും. കണ്ട അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഇപ്പുറത്തേക്ക് വരും. അത് മൊത്തം തള്ളി കണ്ടില്ലേ ഓരോ സൈസ് വരുന്നത്. കണ്ടോ ആ സൈസ് കറക്റ്റ് ആകുമ്പോൾ അവിടെ ഇങ്ങോട്ട് കയറും. ഏറ്റവും വലുതാണിത്. കണ്ടില്ലേ, ഇതാണ് എക്സ്പോർട്ട് ക്വാളിറ്റി അല്ലേടാ? ഇതാണ് എക്സ്പോർട്ട് ക്വാളിറ്റി. ഇത് കുത്തില്ലാത്ത എ ക്ലാസ് എന്ന് പറയുന്നതാണ് അവർ. കൊള്ളാം. അപ്പം അതിനനുസരിച്ച് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് വരും. ഇത് മരത്തുമ്പോൾ ഇങ്ങോട്ട് പറിച്ചെടുക്കണം ആപ്പിളൊക്കെ. ഇതൊക്കെ ആശാന് കഴിക്കാനുള്ള ആപ്പിളുകളാണ്. കണ്ടില്ലേ, ഇത് അത്ര ടേസ്റ്റ് ഉണ്ടല്ലേ? സാധനമുണ്ട്. വ്യത്യാസം ഉണ്ടോ? നാട്ടിൽ കിട്ടുന്ന ആപ്പിൾ വ്യത്യാസം ടേസ്റ്റ് ഉണ്ടാവില്ല. ഫസ്റ്റ് ക്വാളിറ്റി ആണ്. എങ്ങനെയുണ്ട് ആപ്പിള്? ഇവിടുത്തെ ആപ്പിളും നാട്ടിലത്തെ ആപ്പിളും തമ്മിലുള്ള മാറ്റം എന്താണ്? വേറെ എന്താണ് മാറ്റം അറിയോ? ഇവിടുന്ന് പൈസ കൊടുക്കണ്ട, അവിടുന്ന് പൈസ കൊടുക്കണം. വലിയ മാറ്റം അതാണ്. ഉണ്ടോ ലൈവായിട്ട് സാധനം കിട്ടിയത് ഇങ്ങനെ അപ്പം തന്നെ എടുത്തുകൊണ്ട് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉള്ള സാധനം. കണ്ടോ, അതായത് ആപ്പിൾ പാക്ക് ചെയ്യാനുള്ള പാക്കിങ് സംഭവമാണ്. വെട്ടികൾ ഇവർ ഒഴിവാക്കിയ ആപ്പിളുകളാണ്. ഇതെല്ലാം കൂടി കൊണ്ടുപോയി നമുക്കിവിടെ കച്ചവടം ചെയ്യാമല്ലോ. എത്ര ബോക്സ് അല്ലേ ഒരാൾ എടുക്കണം? നോക്കി എത്ര ബോക്സ് നോക്കി, 3-4 ബോക്സ് നിറച്ച ആപ്പിൾസാണ്. ശരിയമ്മോ, അവിടെ ആപ്പിള് തോട്ടത്തിൽ കണ്ടില്ലേ? തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടിരുന്നത്. തോട്ടത്തിൽ നിറച്ചു ആപ്പിൾ നിറഞ്ഞിട്ടുണ്ട്. ശരിയമ്മോ, 4 ഉണ്ട്. അപ്പുറത്താണ് അത് പ്രോസസ്സ് ചെയ്യണത്. കണ്ടില്ലേ, ഇത് നിറച്ചുണ്ട്. വെറുതെ പറഞ്ഞല്ലോ കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ചവിട്ടിയിട്ട് നടക്കാൻ വയ്യ. ഇതൊക്കെ ഒഴിവാക്കിയതാ. അല്ല, ഈ ആപ്പിൾ ചവിട്ടിയിട്ട് നടക്കാൻ വയ്യാറ. റോഡ് സൈഡിൽ മൊത്തം ആപ്പിളുകൾ ഇങ്ങനെ കൊഞ്ഞാടി കിടക്കുകയാണ്. ഒന്നും എടുക്കണ ആൾക്കാരില്ല. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അന്നുണ്ടായിരുന്നോ? ഞങ്ങളൊരു ഈവനിങ് വാക്കിൽ ഇറങ്ങിയതാണ്. ചെറിയൊരു ദേവദാരവും മരങ്ങൾക്കിടയിലൂടെ ഹിമാചലിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ, അങ്ങനെ പറയാം. അതന്നെ, ആപ്പിളൊക്കെ കണ്ട് ആപ്പിളൊക്കെ പറിച്ച് കണ്ടോ, ഇടയ്ക്ക് ആപ്പിളുണ്ട്. ഞങ്ങളവിടെ പോവാണ്. കണ്ടോ ഇവിടെ നോക്ക്, മൊത്തം ഇത് പറയുന്ന മാതിരി ലക്ഷക്കണക്കിനാണ്. അതിൻ്റെ ചോട്ടിലുണ്ട് അതേമാതിരി ചാടി കിടക്കും. കേട്ടോ, ഫുള്ള ആപ്പിളുകളാണ്. ഡോക്ടറൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. ടേസ്റ്റ് കുറവല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടോ? മധുരം. 70യോ? എൻ്റെ അമ്മോ, 70 വയസ്സുള്ള അമ്മൂമ്മയാണിത്. എന്തൊരു ഹെൽത്തി അല്ലേ? എന്തൊരു ഹെൽത്തി അല്ലേ ഇവരൊക്കെ? ആപ്പിളിൻ്റെ ആശാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്നത്. എൻ്റെ അമ്മ എന്തൊരു വെയിറ്റ് ആണ്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുക്കായിരുന്നേ. അപ്പോൾ അവർ ഞങ്ങളങ്ങോട്ട് വിളിച്ച് കുറച്ച് ആപ്പിളൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞ്. ഹിമാചലിൽ വരുമ്പോൾ സ്നോ സീസണിൽ മാത്രം വന്നാൽ പോരട്ടോ, ആപ്പിൾ സീസണിലും തീർച്ചയായിട്ടും വരണം. വേറൊരു വൈബ് തന്നെയാണ്. നമുക്ക് ആപ്പിൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നില്ല ഇങ്ങനെ കാണാൻ അതെ, പറ്റും, അതെ. പറിക്കാൻ പറ്റും. നമ്മൾ ഫോട്ടോ എടുക്കാൻ ആൾക്കാരെ വിളിച്ചെടുത്തി കണ്ട് കഴിച്ചോളി എടുത്തോളി. ഇതിന്റെ നിലത്തൊക്കെ നോക്ക്, കംപ്ലീറ്റ് ചാടിയതാണ്. ഇതൊന്നും എടുക്കും, ചാടിയതൊന്നും എടുക്കൂല. ഫ്രഷ് എടുക്കുള്ളൂ. ഫ്രഷ് എടുക്കുക.
നമുക്ക് അവിടെ സോർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം. അവിടെ വന്നിട്ട് സോർട്ട് ചെയ്യുന്നുണ്ട്. വാ ഇങ്ങോട്ട് വാ. വാ ക്വാളിറ്റി ബേസിൽ സാധനം തിരിച്ചു വെക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 ആപ്പിള് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തന്നാണ് അവര്. മണാലിയിൽ ഇവിടെ ചെറുതായിട്ട് ലാൻഡ് സ്ലൈഡിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ റോഡെല്ലാം സേഫാണ്. ഇവിടെ ധൈര്യമായിട്ട് വന്നു പോവാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ ആപ്പിളേ 15 രൂപക്കാണ് വിൽക്കുന്നവർ. ഒന്ന് കഷ്ടം എന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിലും 15 രൂപ. 15 പോലെയാണോ? ആ എന്ത് ടേസ്റ്റുള്ള ആപ്പിളാണ്. നമ്മളെ നാട്ടിൽ 150 കിട്ടുന്ന സാധനമായിരിക്കില്ലേ? रॉयल डिलीशियस है ना, रॉयल वाला? हाँ ये टेस्टी होता है ज़्यादा? हाँ जी आजकल टाइम हो गया इसका. अब नेचुरल होता है हाँ तो रॉयल है ये. അതാണ് റോയൽ. കുറച്ചും കൂടി നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള അല്ലേ? പ്രീമിയം ക്വാളിറ്റി है ना? हाँ जी हाँ 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 ये नेचुरल कोई बैग्स कोई कुछ नहीं है इसमें. नेचुरल है यस अभी तो आन के इन पेड़ों में ना. हाँ ये कम से कम आधा घंटा हो गया इनको. आधा घंटा मतलब? आधा घंटा मतलब 1.5 आवर. हाँ वो अभी तोड़ के जो है ना हमारे नेपाल से आए हो ना बहादुर, अभी तोड़ के उन्होंने यहाँ रख दिया. वो अभी चले गए. हाँ आधा घंटे हो गया. हाँ रात के पहले हो जाएगा. रात के पहले हो जाएगा. फिर गाड़ी आएगा. उसके बाद गाड़ी में उसको सीधा किधर जाएगा? दिल्ली? हमारा तो ലോക്കൽ മാർക്കറ്റ്. वहाँ से फिर आगे को. ഓക്കെ. ഗ്രീൻ ആപ്പിള്, ഇത് ചുവന്ന ആപ്പിള്. ഞാനൊരു റോയൽ ആപ്പിൾ കാണിച്ചു തരാം. ഇതാണ് റോയൽ. ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ആപ്പിൾ. ഓ എന്ത് ഭംഗിയാണ്. ഇതാണ് ദേവദാരു. കാക്കയാണോ ഇതടാ? ഇതാണ് ദേവദാരു. അടിപൊളി വാലീസാണ് ഇവിടെ. മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പായിട്ടുണ്ട്. നിർത്തോ ഇങ്ങോട്ട് അപ്പാ परिकटे पूरा इधर ही काम पे रहो, दिहाड़ी भी मिल जाएंगे आपको. എടുക്കട്ടെ വാ ഇനി ഇങ്ങോട്ട്. യൂട്യൂബർ ആ ഈ മൈക്കില്ലേ ഡോക്ടർ പറിച്ചു വെച്ചതാണ് ഇതൊക്കെ. ക്യാമറമാൻ ഇവിടെ പുതിയ പണി കിട്ടിയിട്ടുണ്ട്. അതാ അതാ എൻ്റെ വക. എൻ്റെ വക. ഇനി ഒന്ന് വരച്ചോ. എന്നാ അതാ ആശാനെ. കിട്ടുന്നില്ല. അയ്യോ മതി. ഇത് ഷെൽവിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഈ ഫോട്ടോഷൂട്ട്. ഞങ്ങൾ 2 പെട്ടി ആപ്പിൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ ഒഴിവാക്കിയ ആപ്പിൾ ഇവിടുന്ന് വലിച്ച് കയറ്റിയെടുക്കാനുള്ള പ്ലാനല്ല. ഇതാണ് അവിടെ ഏറ്റവും ചെറുത് വരും, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വരും, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള വരും, വരും. അപ്പോൾ അങ്ങനെയൊക്കെ. ഇതൊന്നും നമ്മളെ നാട്ടിൽ കിട്ടൂല. ഇതൊക്കെ നേരെ വിദേശത്തേക്ക് പോയത്. ഒരു ആപ്പിൾ തന്നെ ഉണ്ടാവും 1.5 കിലോ. കുറച്ച് കുറക്കാം അല്ലേ? ഒരു പൊടിക്ക് കുറക്കാം. ഒരു 1.25 കിലോ ഉറപ്പിക്കാം. 1.25 കിലോ ഉറപ്പിക്കാം. ആ കട്ട് ഇത് എല്ലാവരും കൊടുക്കും. അമ്പോ ഇത് വേറൊരു സാധനം. ഈ ഫസ്റ്റ് ക്വാളിറ്റിക്കോ റോയൽ ഡെലീഷ്യസ് ആപ്പിളാണിത്. ഇതാണ് ആപ്പിൾ സോർട്ടിങ് മെഷീൻ. ഈ ഭാഗത്ത് അമ്മാരിതേ ഇതാ സാലി എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ എടുക്കാന്ന്. ദയന ഇവിടെ ഉണ്ട്, അനുപമ ഉണ്ട് ഇവിടെ, സ്വപ്ന ഉണ്ട് ഇവിടെ, സാലി ഉണ്ട് ഇവിടെ, ഫുൾ ടീം ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെയാണ് ഏറ്റവും ചെറിയ ആപ്പിൾ വീഴ, ഇവിടെയാണ് ഏറ്റവും വലിയ ആപ്പിൾ വീഴ. ഇത്രേ ഉള്ളൂ. സൈസ് അനുസരിച്ച് ക്വാളിറ്റി മാറും. ഇതിനൊക്കെ ഒരു വലുപ്പം നോക്കിയേ. റോയൽ ഡെലീഷ്യസ് ആപ്പിളാണ്. ഓ വളരെ വീണ്ടും ഒരു 20 കിലോ വാങ്ങിച്ച് നല്ല കുറച്ച് വീഡിയോസ് എടുക്കട്ടെ. തിരിച്ചാ പോരും. അടിപൊളി അല്ലേ ഈ ആംഗിള്? നെക്സ്റ്റ് ഡേ എല്ലാവരും റോത്തങ് പാസിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു കിടിലൻ എപ്പിസോഡ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.